ഈ ആഴ്ചത്തെ ഏറ്റവും നല്ല വാചകം മുരളിയുടെ വർക്ക് അറ്റ് ഹോം ചെയ്യുന്നവർക്ക് ഇത്രയും മതി എന്നുള്ളതാണോ, അതോ മുരളീജി എന്ന് വിളിക്കേണ്ടി വരുമെന്ന ശോഭാ സുരേന്ദ്രൻ മുരളീധരനെ കുറിച്ച് പറഞ്ഞതാണോ എന്ന് ഇന്നും തർക്കത്തിലാണ്. മുരളിയെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. വരും ദിവസങ്ങളിൽ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലോ എന്ന പ്രയോഗം മുരളിയുടെ വാചകത്തെ മലർത്തിയടിച്ചു എന്ന് വേണം പറയാൻ. മുരളിയെപ്പറ്റി പലതും പറയാനുണ്ട്. പക്ഷേ അടുത്ത ദിവസം ഞങ്ങളുടെ കൂടെ വരാൻ സാധ്യതയുള്ള അയാളെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞ് വഷളാക്കേണ്ട എന്ന ബോധം ശോഭ സുരേന്ദ്രനുണ്ടായി. കോൺഗ്രസിന് പക്ഷേ പത്മജ പോയത് ഒരു രോമം കൊഴിഞ്ഞു പോയതായി പോലും തോന്നിയില്ല. കോൺഗ്രസിൽ നിന്ന് ഓരോരുത്തർ പോകുമ്പോഴും ബാക്കിയുള്ളവർ ഈ കോറസ് പാടും. ഒടുവിൽ അമ്മയും മക്കളും പോയി കഴിഞ്ഞാൽ ആര് കോറസ് പാടുമെന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇന്നത്തെ നിലയിൽ KPCCക്ക് പറ്റിയ ഏറ്റവും നല്ല പ്രസിഡന്റ് സുധാകരൻ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മലയാള പദാവലിക്ക് പുതുപുത്തൻ സംഭാവനകൾ അദ്ദേഹം നൽകിയിരുന്നു. സതീശനെ രോമനാഥൻ എന്ന് വിളിച്ചത് ഏറ്റവും മനോഹരമായ ഒരു വാക്കായിരുന്നു. ഇനിയും എത്രയോ നല്ല വാക്കുകൾ ശബ്ദതാരാവലിക്ക് അദ്ദേഹത്തിൽ നിന്നും ലഭിക്കാനുണ്ട്. കോൺഗ്രസിൻ്റെ കഷ്ടകാലം കഴിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. കേരളത്തിൽ കയ്യിലുള്ള 15 സീറ്റിൽ ആദ്യം പോകുന്നത് KPCC പ്രസിഡൻ്റായിരുന്ന കെ സുധാകരൻ്റെ കണ്ണൂർ തന്നെയായിരിക്കുമെന്നാണ് എതിരാളികൾ പറഞ്ഞു നടക്കുന്നത്. ചാലക്കുടിയും ഒട്ടും മോശമല്ല. പത്തനംതിട്ട, ആലത്തൂർ, കാസർഗോഡ്, പാലക്കാട്, ആലപ്പുഴ എല്ലാം കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയാണെന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞു നടക്കുന്നു. അത് ശരിയാണെങ്കിലും ഇല്ലെങ്കിലും ആ പറച്ചിലങ്ങ് നിർത്തണം. പച്ചരി മേടിക്കാൻ കാശില്ലെങ്കിലും കോൺഗ്രസ്സുകാരുടെ അഹങ്കാരമുണ്ടല്ലോ, അതാണ് അവരെ വംശനാശത്തിലേക്ക് തള്ളിവിടുന്നത്. 1982 കെ കരുണാകരനും KM മാണിയും കുഞ്ഞാലിക്കുട്ടിയും കൂടി UDF എന്ന ഐക്യ ജനാധിപത്യ ഏകോപന സമിതി എന്ന മുന്നണി ഉണ്ടാകുമ്പോൾ PJ ജോസഫായിരുന്നു അതിൻ്റെ കൺവീനർ. നമുക്ക് നിസ്സംശയം പറയാം, ആദ്യത്തെ UDF കൺവീനർ PJ ജോസഫായിരുന്നു. അന്ന് 63 സീറ്റിൽ മത്സരിച്ച് 35 സീറ്റിൽ ജയിച്ച കോൺഗ്രസ് ഇന്ന് 93 സീറ്റിൽ മത്സരിച്ച് 21 സീറ്റിലാണ് ജയിക്കുന്നത്. എന്നിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇതിനിടയ്ക്ക് ഘടകകക്ഷികളുടെ സീറ്റ് തട്ടിയെടുക്കും. അതിനൊപ്പം മുന്നണി കൺവീനർ സ്ഥാനം അടക്കം മൊത്തം അടിച്ചു മാറ്റും. വടകരയിൽ നിന്നും തൃശ്ശൂർക്ക് ഒളിച്ചോടിയ മുരളിയെ സത്യത്തിൽ പാർട്ടി ചതിക്കുകയായിരുന്നു. അങ്ങനെ പലരും പറയുന്നു. കുഞ്ചൻ നമ്പ്യാരുടെ തോറ്റോടിയ പട എന്ന കവിത പാടിയാണ് ഒരു സ്നേഹിതൻ പ്രതാപനെയും മുരളിയെയും പുകഴ്ത്തിയത്. ഉള്ളത്തിൽ ഭയമേറിയ മൂലം വെള്ളത്തിൽ ചിലർ ചാടി ഒളിച്ചു, മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി പൊണ്ണന്മാർ ചിലർ അവിടെ ഒളിച്ചു. ഇവരുടെയൊക്കെ പത്രാസും പവറും കണ്ടാൽ ഇന്ത്യ ഉപഭൂഖണ്ഡം ചലിക്കുന്നത് തന്നെ ഇവർ മൂലമാണെന്ന് തോന്നുന്നു. അതിലും രസം തോന്നിയത് കോൺഗ്രസിൻ്റെ 2 ആരോപണങ്ങളിലാണ്. ഒന്നാമത്തേത് പത്മജയെ BJPയിൽ എടുപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നാണ്. ഒപ്പം PC ജോർജിന് പത്തനംതിട്ട സീറ്റ് നിഷേധിച്ചതും പിണറായി മൂലമാണെന്ന്. ഇത് കേട്ടപ്പോൾ പ്രേക്ഷകർക്ക് എന്ത് തോന്നി? സത്യത്തിൽ ഞാൻ പിണറായി വിജയൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നോക്കി. എൻ്റെ ദൈവമേ, ഇദ്ദേഹമാണോ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന് തോന്നിപ്പോയി. ഒരേ സമയം 2 പാർട്ടിയെ നയിക്കുന്നെന്നൊക്കെ പറഞ്ഞാൽ ആരും അത്ഭുതപ്പെട്ടു പോകും. അതും ഒരെണ്ണം പ്രതിപക്ഷത്തും ഒരെണ്ണം ഭരണപക്ഷത്തും. BJPയെ നയിക്കുന്നത് നമ്മുടെ പിണറായി എന്ന നിലയിലാണ് കാര്യങ്ങൾ. അവർ പറഞ്ഞു വയ്ക്കുന്നത് എന്താ കഥ? ശിവശിവ, ഇനി എന്തെല്ലാം കാണണം, എന്തെല്ലാം കേൾക്കണം. എന്നിട്ടും കേരളത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾക്കായി പിണറായി കേന്ദ്രത്തോട് തെണ്ടുകയാണ്. എൻ്റെ കോൺഗ്രസ്സുകാരെ, നട്ടാൽ കുരുക്കുന്ന വല്ല കള്ളവും പറയാൻ മേലെ. കേട്ടാൽ ആരെങ്കിലും വിശ്വസിക്കുന്ന ഗുണ്ടടിച്ചു വിട്. അല്ലാതെ കയ്യക്ഷരം നന്നാകാത്തതിന് പേനയെ കുറ്റം പറഞ്ഞ് നടക്കല്ലേ.